തോമസ് എന്ന് പറയുന്ന ശിഷ്യന് പ്രത്യക്ഷനായി. അങ്ങനെ തോമസിനോട് യേശു കർത്താവ് പറഞ്ഞു, നീ എന്റെ ആമേൻ ആണിപ്പഴുതാർ നഗരത്തിൽ വിരലിട്ട് നോക്കുക, എന്റെ വിലാപ്പുറത്ത് കൈയിട്ട് നോക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ തോമസ് തിരിച്ചു പറയുകയാണ്, എന്റെ കർത്താവും ദൈവവുമായുള്ളവേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ആമേൻ, സാക്ഷാൽ ദൈവം, ആമേൻ, സ്വർഗത്തിലെ സാക്ഷാൽ ദൈവം നമ്മെ സൃഷ്ടിച്ച് നമുക്ക് ജീവനും ഭക്തിക്ക് ആവശ്യമായതെല്ലാം നൽകുന്ന, നമ്മെ പാപത്തിൽ നിന്ന്, ലോകത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന്, ആമേൻ, സകലവിധ ആമേൻ പ്രതിസന്ധികളിൽ നിന്നും വിടുവിക്കുന്ന ദൈവവിധ മനുഷ്യനായി ഈ ലോകത്തിൽ വന്ന ചരിത്രമാണ് ബൈബിൾ നൽകുന്ന ആമേൻ ദൈവിക ആത്മികമായ ആഴമേറിയ മർമ്മം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ 1947 ഓഗസ്റ്റ് മാസം ഇന്ത്യൻ ആമേൻ ജനതയ്ക്ക് ആമേൻ ബ്രിട്ടീഷിന്റെ ആധിപത്യത്തിൽ നിന്ന് കിട്ടിയ സ്വാതന്ത്ര്യം വളരെ നല്ല കാര്യം. നമ്മളത് പല നിലകളിൽ ആമേൻ വരുന്ന ദിവസം 15-ാം തീയതി അത് നമ്മൾ വളരെ സന്തോഷത്തോടുകൂടെ അഭിമാനത്തോടുകൂടെ നമ്മൾ ആമേൻ ആഘോഷിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. എന്നാൽ ഇന്ന് പകലിൽ ആ ഒരു സ്വാതന്ത്ര്യം കൊണ്ട് ആമേൻ സാത്താനെ ജയിപ്പാൻ കഴിയില്ല, പാപത്തെ ജയിപ്പാൻ കഴിയില്ല, ലോകത്തെ ജയിപ്പാൻ കഴിയില്ല. പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്ന മനുഷ്യരെയല്ലേ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തിൽ ആമേൻ ചുറ്റുപാടുകളിൽ വിവിധ ഇടങ്ങളിൽ വിവിധ ജില്ലകളിൽ ആമേൻ നമ്മൾ കണ്ടില്ലേ കൊട്ടേഷൻ സംഘങ്ങൾ അഴിഞ്ഞാടുന്ന രംഗങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഉന്നതനും മീതെ ഉന്നതനും അതിനും മീതെ ഒരു അത്യുന്നതനുമുണ്ട്. ഈ നിലകളിൽ മുൻപോട്ട് പോകുന്ന ജീവിതങ്ങൾ, അക്രമാസക്തരാകുന്ന ജീവിതങ്ങൾ, മദ്യത്തിനും മയക്കുമരുന്നിനും ഇതര ലഹരി പദാർത്ഥങ്ങൾക്കും അടിമകളായി തോന്നിയതുപോലെ ബോധിച്ച വഴികളിൽ ജീവിക്കുന്ന അക്രമാസക്തരാകുന്ന മനുഷ്യരാരെങ്കിലും ഇന്ന് പകലിൽ ആരോടെങ്കിലും ഏതെങ്കിലും നിലകളിൽ പക കാണിക്കണമെന്ന്, ഉപദ്രവിക്കണമെന്ന്, മോശമായി ജീവിക്കണമെന്ന്, അങ്ങനെ ആ നിലകളിൽ മുൻപോട്ട് പോകുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഇന്ന് പകലിൽ ഓർക്കണം, ഒരു സൃഷ്ടികർത്താവായ ദൈവമുണ്ട്. കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കരം ബലപ്പെടുമോ? ആമേൻ. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യൻ എന്തുള്ളൂ എന്ന് ചോദിക്കുന്നു. അകത്തേക്ക് എടുത്ത ശ്വാസം ആമേൻ പുറത്തേക്ക് വിടണമെങ്കിൽ അതിന്റെ മധ്യത്തിൽ ഒരാളുണ്ടെന്നുള്ളത് മറന്നു പോകരുത്. ആ ആളുടെ പേരാണ് മരണമെന്ന് പറയുന്നത്. മരണത്തിന്റെ ധാരാള ഹസ്തത്തിൽ, ആ തണുത്തുറഞ്ഞ കരത്തിൽ പിടിമുറുകുമ്പോൾ പ്രിയപ്പെട്ടവരെ, മരണാനന്തര നിശ്ചയ ഇന്ന് പകലിൽ എവിടെയായിരിക്കും? മരണം നിശ്ചയമാണ്, സമയം നിശ്ചയമല്ല. നിശ്ചയമല്ലാത്ത സമയത്ത് നിശ്ചയമായ മരണം നിങ്ങളെ സമീപിക്കുമ്പോൾ മരണാനന്തര നിശ്ചയത എവിടെയായിരിക്കുമെന്നുള്ള ആമേൻ സന്ദേശമാണെന്ന് പകലിൽ നിങ്ങൾക്ക് നൽകുന്നത്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രത്തെ, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ലോകത്തിലേക്ക് വന്ന കർത്താവായ യേശുക്രിസ്തു സകല മനുഷ്യന്റെയും സകല മതസ്ഥന്റെയും ഏത് ജാതിയിൽപ്പെട്ടതായിരുന്നാലും, ഏത് വർഗത്തിൽപ്പെട്ടവരായിരുന്നാലും, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരായിരുന്നാലും, ഏതൊരു വ്യക്തിക്കും ആമേൻ സ്വതന്ത്രമായി ഇവിടെ ഇതാ യേശുവിന്റെ രക്തം ആമേൻ സൗജന്യമായി ആമേൻ പാപമോചനം നൽകുന്നു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ 1 ആമേൻ 7-ാമത്തെ വാക്യത്തിൽ പ്രിയപ്പെട്ടവരെ, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ആദം ഹവ്വമാരാകുന്ന ആമേൻ ഏദൻ പരദീസയിൽ ദൈവത്തിന്റെ കരങ്ങളാൽ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട് ഏദൻ പരദീസയിൽ ദൈവകൽപ്പനയോടുകൂടെ ദൈവമാക്കി വെച്ച ആമേൻ ആദം എന്ന് പറയുന്ന ആദ്യ മനുഷ്യൻ പാപം ചെയ്തു. പാപത്തിന്റെ ശമ്പളമാകുന്ന മരണം ആദാമിന്റെ രക്തത്തിൽ പ്രവേശിച്ചു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. രക്തത്തിലാണ് ജീവന്റെ ആധാരമായിരിക്കുന്നത്. ആമേൻ രക്തമാണ്, രക്തത്തിൽ ജീവൻ അടങ്ങിയിരിക്കുന്നു. രക്തം മനുഷ്യ ശരീരത്തിൽ നിന്ന് വാർന്നുപോയാൽ മനുഷ്യൻ മരിക്കും. കാരണം രക്തത്തിൽ ആമേൻ ജീവന്റെ ഉറവിടമുണ്ട്. രക്തത്തിലാണ് ജീവന്റെ ഉറവിടം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആദം എന്ന് പറയുന്ന പാപിയായ മനുഷ്യന്റെ രക്തത്തിൽ ജനിച്ച സകല മനുഷ്യരും പാപികളായി ഭൂമിയിൽ ആമേൻ ജന്മം കൊള്ളുകയാണ്. എയ്ഡ്സ് രോഗിയായ ഒരു മനുഷ്യനൊരു കുഞ്ഞ് ജനിച്ചാൽ ആമേൻ HIV എന്ന് പറയുന്ന മാരകമായ ആമേൻ വൈറസ് ആ കുഞ്ഞിന്റെ രക്തത്തിൽ ഉണ്ടാകും. ആ കുഞ്ഞ് വളർന്നു വലുതായപ്പോൾ ആ കുഞ്ഞ് പറയുകയാണ്, എനിക്കൊരിക്കലും എയ്ഡ്സ് ഇല്ല, കാരണം ഞാൻ ആ നിലകളിൽ ആമേൻ പാപിയായി ആമേൻ മോശമായി ജീവിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് എയ്ഡ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ എയ്ഡ്സ് ഇല്ലാതെ വരികയില്ല. കാരണം ആ കുഞ്ഞിനെ ജനിപ്പിച്ച പിതാവ് എയ്ഡ്സ് രോഗി ആയിരുന്നത് പോലെ എയ്ഡ്സ് രോഗിയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ കുഞ്ഞിന്റെ രക്തത്തിലും ആമേൻ എയ്ഡ്സ് ഉണ്ട്. ആമേൻ അതുകൊണ്ട് പാപിയായ ആദാമിൽ ജനിച്ച സകല മനുഷ്യരും ജന്മം കൊണ്ട് പാപികളാണെങ്കിൽ തിരിച്ചറിവ് മുതൽ കർമ്മം കൊണ്ട് പാപികളാണ്. ആമേൻ തിരിച്ചറിവ് മുതലുള്ള തിരിച്ചറിവ് വരെയുള്ള പാപത്തെ ദൈവം കണക്കിടുന്നില്ല, ന്യായം വിധിക്കുന്നില്ല. എന്നാൽ തിരിച്ചറിവ് മുതൽ ഇങ്ങോട്ടുള്ള ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമാകുന്ന പാപത്തിന് പരിശുദ്ധനായ സൃഷ്ടികർത്താവായ ദൈവം ന്യായം വിധിക്കും.